നമസ്കാരം. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പാർട്ടി വിടുന്നുവെന്ന് റിപ്പോർട്ട്. മകൻ നകുൽനാഥും പിതാവിനൊപ്പം പാർട്ടി വിടുമെന്നാണ് സൂചന. കമൽനാഥ് പാർട്ടിയുമായി അതൃപ്തിയിലാണെന്ന് അഭ്യൂഹങ്ങളുണ്ട്. നേരത്തെ മധ്യപ്രദേശ് BJP അധ്യക്ഷൻ VD ശർമ്മ ചില കോൺഗ്രസ് നേതാക്കൾ പാർട്ടി നേതൃത്വവുമായി അതൃപ്തിയിലാണെന്ന് പറഞ്ഞിരുന്നു. അതേസമയം കമൽനാഥിന്റെ മകൻ നകുൽനാഥ് കോൺഗ്രസ് പാർട്ടിയുടെ പേരും ചിഹ്നവുമെല്ലാം സോഷ്യൽ മീഡിയ ബയോയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. ഇത് പാർട്ടി വിടുന്നതിന് മുമ്പുള്ള നീക്കമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കമൽനാഥ് BJPയിൽ ചേരുമെന്നാണ് BJP വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കമൽനാഥ് പാർട്ടി വിടുന്ന സാഹചര്യമുണ്ടായാൽ കോൺഗ്രസിന് ഇത് വലിയ തിരിച്ചടിയായിരിക്കും. കോൺഗ്രസ് വിടുന്ന കാര്യത്തെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് വൈകാതെ തന്നെ മറുപടി പറയുമെന്നും കമൽനാഥ് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുള്ള നേതാക്കളിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ചുരുക്കം ചില കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് കമൽനാഥ്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര മധ്യപ്രദേശിലെത്തുന്ന സമയത്ത് കമൽനാഥ് കോൺഗ്രസ് വിടുന്ന കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥിയായി ഗോളിയോർ ചമ്പൽ മേഖലയിൽ നിന്നുള്ള നേതാവ് അശോക് സിംഗിനെ പ്രഖ്യാപിച്ചതാണ് കമൽനാഥിന്റെ അതൃപ്തിക്ക് കാരണം. കമൽനാഥിനോട് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതേസമയം കമൽനാഥ് പാർട്ടി വിടില്ലെന്ന കാര്യത്തിൽ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കമൽനാഥുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ചിന്ദ്വാരയിൽ ഉണ്ടായിരുന്നു. നെഹ്റു ഗാന്ധി കുടുംബത്തിനൊപ്പമാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെയുള്ള ഒരാൾ ഇന്ദിരയുടെ കുടുംബത്തെ വിട്ടുപോകുന്നത് എങ്ങനെയെന്നും ദിഗ്വിജയ് സിംഗ് ചോദിച്ചു. ഇന്ദിരയുടെ മൂന്നാമത്തെ പുത്രനാണ് കമൽനാഥ്. അദ്ദേഹം ഒരിക്കലും ഗാന്ധി കുടുംബത്തെ വഞ്ചിക്കില്ല. കോൺഗ്രസിൽ തുടരുമെന്നും ജിത്തു പട്ടാരി പറഞ്ഞു. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള ക്ഷണം നിരസിച്ചതോടെ നിരവധി പേർ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനെതിരായിരിക്കുകയാണെന്നും VD ശർമ്മ പറഞ്ഞു.